ഗുഡ് മോർണിംഗ് മാഡം. വരൂ സർ, ഇരിക്കൂ. താങ്ക് യു. ഹലോ, ആ കുട്ടിയും കൊണ്ട് വരാൻ ജയശ്രീ ടീച്ചറോട് പറയൂ. ടീച്ചർ ഇപ്പോൾ വരും സർ. ഓക്കെ. ഹായ്. ഹലോ, ഇതാണല്ലേ ജേക്ക്? അതെ. ഹലോ മോനെ. വരൂ സർ. ജേക്ക്. ശരി മേഡം. ഓക്കെ. ജേക്ക് മോൻ ആരാ ഈ ഫോൺ വാങ്ങിച്ചെന്ന്? പപ്പ. അപ്പൊ മോൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചില്ലേ ഒരു ചീത്ത വീഡിയോ? അതെവിടെ നിന്നാ കിട്ടിയേ? പറ ജേക്ക്. ടീച്ചറെ, മോൻ ഇഷ്ടമുള്ളൊരു സാധനം അങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാങ്ങിച്ചോ? ജയശ്രീ ടീച്ചർ പറഞ്ഞല്ലോ മോന് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന്. മേടിക്കേ. കഴിച്ചോ? ഇനി പറ മോനെ, ആ വീഡിയോ എവിടെ നിന്നാ കിട്ടിയേ? പപ്പയുടെ ഫോണിന്ന്. പപ്പയുടെ ഫോണിൽ നിന്ന് മോനെങ്ങനെ കിട്ടി? അത് ഞാൻ പപ്പ കാണാതെ പപ്പയുടെ ഫോണിൽ നിന്ന് എടുത്തതാ. എന്നിട്ട് എന്തിനാ മോനത് ലച്ചുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തേ? അത് പിന്നെ പിള്ളേരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. കുഴപ്പം കാരണവന്മാരുടെ. പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സംഭവം ഇത്തിരി സീരിയസാ. ഈ വീഡിയോ എത്ര പേരുടെ കൈ പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സർ, ഇത് നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഹേയ്, അക്കാര്യത്തിൽ മാഡം ടെൻഷനൊന്നും അടിക്കണ്ട. ലച്ചുവിൻ്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ ജേക്കിൻ്റെ ഫാദറിനെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിപ്പിച്ചോളാം. കുട്ടികൾക്കിടയിൽ ഈ മൊബൈൽ യൂസേജ് വളരെ കൂടിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അവർക്കൊരു സൈബർ ബോധവൽക്കരണ ക്ലാസ് കൊടുത്താൽ നന്നായിരിക്കും. ആ ടീച്ചറെ, ജവാൻ നാട്ടിൽ വന്നിട്ട് പുതിയ ജോലി കയറിയല്ലേ? ഗിരിയേട്ടന് വീട്ടിൽ വെറുതെ ഇരിക്കാനൊരു മടി, അതുകൊണ്ടാ. നല്ലതാ. ഓക്കെ മാഡം. ശരി. ടീച്ചറെ, ആ നിർദ്ദേശം നല്ലതാണല്ലോ. എൻ്റെ പരിചയത്തിൽ സൈബർ ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ട്. നമുക്കൊന്ന് ചോദിച്ചാലോ? ഓക്കെ മാം. ജേക്ക്. ഇറ്റ്സ് ഓക്കെ. ജെയിംസേ, രാവിലെ ശരിയാക്കണമെന്ന് പറഞ്ഞല്ലേ ജെയിംസേ? നല്ല മഴയായിരുന്നു ടീച്ചറെ. അങ്കിൾ നെറ്റ് എപ്പോഴാ വരാ? എനിക്ക് കൊറിയൻ ബാൻഡ് കാണാനുള്ളതാണേ. ദേ ഇപ്പൊ വരും മോളെ. കൊറേ സ്ഥലത്ത് നെറ്റ് കംപ്ലൈന്റ് ആയിരുന്നു ടീച്ചറെ. പേടിച്ചു പോയല്ലോ. ഹുസൈനിക്കാടെ വീട്ടിലെ മിക്സി കംപ്ലൈന്റാ. ഞാൻ ഇന്ന് രാത്രി ഇടയ്ക്കിടയ്ക്ക് പേടിക്കാറുണ്ട്. വേഗാട്ടേട്ടോ, ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതാ. ചേട്ടാ വേഗാട്ടോ. ഹലോ, സുഖാണോ? വിശക്കുന്നുണ്ടോ? ഫുഡ് തരാം.
കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കാതെ. ദിയ, പാറ്റയുടെ വഴിക്ക് പോട്ടെ. അമ്മ ഇതിനെ കൊല്ലമ്മേ. ഓ, നീ പാറ്റ ആദ്യമായിട്ട് കാണുവാണല്ലോ. പാറ്റ മാത്രല്ല, പല്ലിയും പഴുതാരും ഒക്കെ ആ അടച്ചിട്ടിരിക്കുന്ന അച്ഛമ്മയുടെ അച്ഛൻ്റെ മുറിയിലെ അന്തേവാസികളാ. നിന്റെ അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാലേ ഈ ജീവികളൊക്കെ കാരണവന്മാരുടെ ആത്മാക്കളാ. അമ്മേ, ഈ കാരണവന്മാരെന്ന് വെച്ചാ എന്താ? ഒന്നുമില്ല, നീ വേഗം ചായ കുടിച്ചേ, ഇപ്പൊ പാട്ടസാറ് വരും. കടിയൊന്നുമില്ലേ? ഇതാ കടി. ഇതന്നല്ലേ എന്നും പടി, എനിക്കൊന്നും വേണ്ട. പൗച്ചേട്ടാ, ദേ ജവാൻ വന്ന്. ഇങ്ങനെ ടീച്ചറെ പോലൊന്നുമല്ല, ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരും. വേഗാട്ടെ. രണ്ടാൾക്കും സാധകം പോരാ കേട്ടോ. ഞാൻ സാധകം ചെയ്യാറുണ്ട് മാഷേ. പോരാ, അതൊന്നും പോരാ. ശരി, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാ ജവാനെ, എന്തൊക്കെയുണ്ട്? ടീച്ചറെ, നെറ്റ് ശരിയാ നോക്കിയേ. നോക്കട്ടെ ജെയിംസ്. വേണ്ട, അവന്റെ ഒരു ഓണടി. അച്ഛാ, ദേ നെറ്റ് വന്നു. ആഹാ, അപ്പൊ ഇനി തിന്നാനും കുടിക്കാനൊന്നും വേണ്ടല്ലോ. ഗിരിയേട്ടാ, ചായ ഫ്ലാസ്കിലുണ്ട്, എടുത്ത് കുടിച്ചേക്കണേ. എനിക്ക് കേരളപ്പിറവിയുടെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഹലോ ഷംസു, ആ പറ. ഇവിടെ റൗട്ടർ കംപ്ലൈന്റ് ആയിരുന്നു, ഇതാ കേറുവാ. അവളുടെ ഒരു ശംശു. തള്ളയ്ക്ക് മോക്ക് ഓൺലൈൻ ഭ്രാന്താ.